يا مكة ما أطيبك بشجون همس الهادي. നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന സ്വർഗത്തിൽ പോകാനാണ്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഇവരൊക്കെ പോകുന്ന സ്വർഗത്തിലേക്ക് ആകാനാണ് ആഗ്രഹിക്കുന്നത്. അവിടെയൊക്കെ നമ്മുടെ ഒരു പ്രതീക്ഷ എന്താന്ന് വെച്ചാല് പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ റബീഉൽ അവ്വൽ പ്രമാണിച്ച് UAE വാഫി അലുമിനി അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഇലൽ ഹബീബ് സീസൺ 2-ന്റെ 18ാമത്തെ എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ തുടങ്ങിയതിന്റെ ശേഷം മദീനയിലേക്ക് കടന്നു വരുന്ന ആ ഒരു രംഗമാണ്. മദീനയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് മസ്ജിദുൽ ഖുബയിലേക്ക് എത്തുന്ന ആ ഒരു രംഗമാണ്. നമുക്ക് അതിൻ്റെ വിശേഷണങ്ങളിലേക്ക്, അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയ കാര്യങ്ങളിലേക്ക് ബഹുമാനനായ ഹാഫിൽ സഈദ് അലി വാഫി ഉസ്താദിന്റെ കൂടെ സഞ്ചരിക്കാം. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الصلاة والسلام على سيدنا ونبينا وحبيبنا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. اللهم أخرجنا من ظلمات الوهم وأكرمنا بنور الفهم وافتح علينا بمعرفة العلم وسهل أخلاقنا بالحلم واجعلنا ممن يستمعون القول فيتبعون أحسنه. നൗഫൽ വാഫി സൂചിപ്പിച്ചതുപോലെ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ തുടർന്ന് പഠിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഴിയിലായി ഉമ്മു മഅബദ്, അബൂ മഅബദ് എന്നിവരുടെ ആ ഒരു ടെന്റിന്റെ അടുത്ത് വിശ്രമിച്ചതും ഉമ്മു മഅബദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വർണ്ണിച്ചതും ഒക്കെയാണ് കഴിഞ്ഞ മുഅ്ജിസത്തൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തത്. ഈ എപ്പിസോഡിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര കഴിഞ്ഞ് മദീനയിൽ എത്തുകയാണ്. മദീനയിൽ എത്തുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മസ്ജിദുൻ നബവി ഉള്ള സ്ഥലത്തല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം എത്തുന്നത്. അതിന് മുമ്പ് ഒരു 4-5 കിലോമീറ്റർ മുമ്പുള്ള ഖുബാ എന്ന സ്ഥലത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തുന്നത്. അത് മാപ്പ് നോക്കിയാൽ ശരിക്കും മനസ്സിലാവും മദീനയിൽ എത്തുന്നതിന് മുമ്പുള്ളൊരു പ്രദേശമാണ്. ഇന്നിപ്പോൾ ആ ഒരു ഖറിയത്ത് അല്ലെങ്കിൽ ആ ഒരു ഗ്രാമം വ്യത്യസ്തമായിട്ട് നമുക്ക് തോന്നൂല. അത് മദീന ഒരു സിറ്റിയുടെ ഉള്ളിലാണ് ഇന്ന് അതുള്ളത്. കാരണം ജസ്റ്റ് മദീന മുനവ്വറ 4-5 കിലോമീറ്റർ എന്ന് പറഞ്ഞാല് 10-15 മിനിറ്റോ കൂടുതൽ ദൂരമല്ല. ഇപ്പൊ വളരെ അടുത്താണ്. പക്ഷെ അന്ന് അങ്ങനെയല്ലായിരുന്നു. അന്ന് മദീന എന്നുള്ള സ്ഥലത്ത് എത്തുന്നതിന് മുമ്പുള്ള അതിന് തൊട്ട് മുമ്പുള്ള ഒരു ഗ്രാമമാണ് ഖുബ എന്ന് പറയുന്നത്. എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ആദ്യം താമസിച്ചത്? കാരണം അവിടെ എത്ര ദിവസമാണ് താമസിച്ചത് എന്നത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ വിഷയത്തിലേക്ക് കടക്കേണ്ടതില്ല. ഒരു ഖണ്ഡിതമായിട്ടുള്ള തീരുമാനം നമ്മുടെ ചെറിയ അന്വേഷണം നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിങ്കളാഴ്ചയാണ് അവിടെ എത്തുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് തിങ്കളാഴ്ചയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര പുറപ്പെടുന്നത്. റബീഉൽ അവ്വൽ 1-ാണ് ഗാർ സൗറിൽ നിന്ന് പുറപ്പെടുന്നത്. ഗാർ സൗറിലേക്ക് പുറപ്പെടുന്നത് അതിനു മുമ്പുള്ള വ്യാഴാഴ്ച രാത്രിയാണ്. തിങ്കളാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗാർ സൗറിൽ നിന്ന് പുറപ്പെട്ടു. അടുത്ത തിങ്കളാഴ്ചയാണ് 8ാമത്തെ ദിവസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുബായിലെത്തുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്തിനാണ് ആദ്യം ഖുബായിൽ താമസിച്ചത്? അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ചെറുപ്പത്തിൽ പോയിട്ടുണ്ട്, അതല്ല, ഈ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു മാറ്റം വരികയാണല്ലോ. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന അടുത്ത് നിന്ന് വീക്ഷിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു ഗ്രാമത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അവിടുത്തെ പൊളിറ്റിക്സും മറ്റു കാര്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യമായി ഖുബായിൽ കുറച്ച് ദിവസം താമസിച്ചത് എന്നാണ് സീറ അനലൈസ് ചെയ്യുന്നത്. അവിടെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചുറ്റുഭാഗത്തുള്ള മദീനയിലുള്ള പൊളിറ്റിക്സ് ഒക്കെ ശരിക്കും മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം താമസിച്ചത്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തുന്ന രംഗം ഹദീസുകളിലൊക്കെ പറയുന്നുണ്ട്. അത് നല്ല രസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് പുറപ്പെട്ട വിവരം മദീനയിൽ എത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3 ദിവസം അവര് ഗാർ സൗറിൽ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ദിവസം തന്നെ ആരെങ്കിലും മദീനയിലേക്ക് പുറപ്പെട്ടാൽ ഏകദേശം 5-8 ദിവസത്തിന്റെ ഉള്ളിൽ മദീനയിൽ എത്തുകയും ഇങ്ങനെ മദീനയിൽ നിന്ന് പുറപ്പെട്ടു എന്നുള്ള വിവരം മദീനക്കാർ അറിയുകയും ചെയ്യും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് പുറപ്പെട്ടു എന്ന വിവരം ഇവർക്ക് അറിഞ്ഞിട്ടുണ്ട്.
അങ്ങനെ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് മദീനക്കാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും ഉൾക്കൊണ്ടിട്ടുണ്ട്. എല്ലാ അർത്ഥത്തിലും തങ്ങളുടെ ജീവന്റെ ഒരു ഭാഗമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ കാണുന്നുണ്ട്. പക്ഷെ അവരാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് കണ്ടിട്ടില്ല. അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിച്ചതും കേട്ടതൊക്കെ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ കുട്ടികളും എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെ ആ ഒരു അതിർത്തി പ്രദേശത്ത്, കുബായിന്റെ ആ ഒരു അതിർത്തി പ്രദേശത്ത് ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ ളുഹർ ആവുന്നത് വരെ, അഥവാ സൂര്യന്റെ ചൂട് കഠിനമാകുന്നത് വരെ അവരിങ്ങനെ കാത്തിരിക്കും. അവിടെയുള്ള അവിടെയൊക്കെ ഇങ്ങനെ അവരിങ്ങനെ കാത്തിരിക്കും. അങ്ങനെ ഒരു ദിവസം കാത്തുനിന്ന് ഒരു ചൂട് ശക്തമായപ്പോൾ അവരെല്ലാവരും സ്വഭവനങ്ങളിലേക്ക് തന്നെ പോയി. ആ പോയ സന്ദർഭത്തിൽ അവിടെ ഒരു കോട്ട ഉണ്ടായിരുന്നു. ആ കോട്ടന്റെ മുകളിൽ നിന്ന് ഒരു ജൂതനാണ് ആദ്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നത്. അങ്ങനെ അദ്ദേഹം ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, യാ മആശിറൽ അറബ് ഹാദാ ജദ്ദുക്കുമുല്ലദീ തൻതളിറുൻ. ആ ജൂതൻ വിളിച്ചു പറയാണ്, ഓ അറബ് സമൂഹമേ, നിങ്ങൾ കാത്തിരിക്കുന്ന പ്രവാചകൻ, നിങ്ങളുടെ പ്രവാചകൻ ഇതാ കടന്നു വരുന്നു എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. അപ്പോഴേക്കും എല്ലാവരും കൂടി ടെന്റിൽ നിന്നൊക്കെ ഇറങ്ങി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനായിട്ട് ആ ഒരു ഭാഗത്തേക്ക് ഓടി വരികയാണ്. അപ്പോൾ അവര് പിന്നെ നമുക്കറിയാവുന്നത് പോലെ ഇന്നിപ്പം ഒരു ഗൾഫിൽ നിന്നൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് തന്നെ പ്രവാസികളായിട്ട് ആരെങ്കിലും നാട്ടിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ കുടുംബക്കാർ, നമ്മളിപ്പോൾ 1 വർഷമോ 2 വർഷത്തിനൊക്കെ ശേഷമായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ കുടുംബക്കാരൊക്കെ എയർപോർട്ടിൽ ഇങ്ങനെ ഒരു വല്ലാത്തൊരു കാത്തു നിൽപ്പുണ്ട്. നമ്മൾ പ്രിയപ്പെട്ടവൻ നമ്മളിലേക്ക് വരുന്ന ആ ഒരു സാഹചര്യത്തിൽ അവരിങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്. ആ ഒരു ചിത്രം നമ്മുടെ മനസ്സിലേക്ക് കണ്ട് അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാത്തു നിൽക്കുന്ന, അതൊന്നും നമുക്കൊന്ന് മനസ്സിലൊന്ന് പിക്ചറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര അതിനേക്കാളൊക്കെ ഉപരി ആണ് ഈ ഒരു കാത്തുനിൽപ്പ്. കാരണം അവര് നമ്മൾ ഇവിടേക്ക് മദീനയിലേക്ക് റസൂലുള്ളാഹി വരുന്ന സമയത്ത് അവര് കൂടുതൽ ഇസ്ലാമിനെ ആശ്ലേഷിക്കാനുള്ള കാരണങ്ങൾ കുറെ പറഞ്ഞിരുന്നല്ലോ. അവിടൊക്കെ അവര് ഭയങ്കര എക്സ്പെക്ടേഷനിലാണ്. റസൂലുള്ളാഹി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വലിയൊരു സമാധാനം കിട്ടും. അവര് ഇവരെ കാത്തുനിൽപ്പ് എന്നുള്ളത് സാധാരണ ഒരു കാത്തുനിൽപ്പ് ആവൂല, അതിനേക്കാളൊക്കെ അപ്പുറമാണ്. ഭയങ്കര എക്സ്പെക്ടേഷനിലാണ് അവരുള്ളത്. അങ്ങനെ അവരിങ്ങനെ അങ്ങേയറ്റം കാത്തു നിന്ന് ആ ഒരു സന്ദർഭത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നത്. അങ്ങനെ എല്ലാവരും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അത്യധികം സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു പാട്ടിന് ഓർമ്മ വരും, മുത്ത് റസൂലിൻ വരവും കാത്ത് ഞങ്ങൾ ചുട്ടുപഴുത്ത മരുഭൂമണ്ണിൽ നിന്നു പൂർണ്ണനിലാവിൻ ഉദയം മിഴികൾ കേകാൻ അൻസാറുകളാം ഞങ്ങൾ കാത്തുനിന്നു. അതെ, ഈ പാട്ടൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും ആ ഒരു ഫീലിംഗ് തരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കാത്തു നിൽക്കുന്ന ആ ഒരു കാര്യം നമുക്ക് മനസ്സിലേക്ക് ഇങ്ങനെ കൃത്യമായിട്ട് നമുക്ക് ഈ അതിന്റെ എല്ലാ അർത്ഥങ്ങളും ഉൾക്കൊണ്ടിട്ടുള്ള ഒരു പാട്ടാണിത്. അങ്ങനത്തെ ഒരു കാത്തു നിൽപ്പാണ് അവര് ഉണ്ടായിരുന്നത്. അങ്ങനെ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവര് സ്വീകരിക്കുകയും അവര് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താമസ സൗകര്യമൊക്കെ ഒരുക്കാനായിട്ട് തയ്യാറാവുകയും ചെയ്തു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുബായിലെത്തിയ സന്ദർഭത്തിൽ താമസിക്കുന്നത് കുൽസും ഇബ്നു ഹിദം എന്ന് പറഞ്ഞ ഒരു സഹാബിയുടെ വീട്ടിലാണ്. അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് കൂടുതലൊന്നും അറിയില്ല. നമുക്കറിയാവുന്നത് അദ്ദേഹം വളരെ പ്രായമുള്ള ഒരു വ്യക്തിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ എത്തിയ ഉടനെ ഈ ഒരു താമസം കുറച്ച് ദിവസം ഏകദേശം ആദ്യ ദിവസങ്ങളിൽ തന്നെ അദ്ദേഹം വഫാത്താകുന്നുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് കൂടുതലൊന്നും നമുക്കറിയില്ല. ഏതായാലും ഖുബായിലെത്തിയ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താമസിക്കുന്നത് ഇദ്ദേഹത്തിന്റെ വീട്ടിലാണ്. പിന്നെ മറ്റൊരു ഹദീസിൽ സഅദ് ഇബ്നു ഹൈതമ എന്നിവരുടെ വീട്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുബായിൽ താമസിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഈ ഒരു കോൺട്രാഡിക്ഷന് ജമ്മ് ചെയ്തുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത്, രാത്രി താമസിച്ചത് കുൽസും ഇബ്നു ഹിദമിന്റെ വീട്ടിലായിരുന്നു. അതേസമയം പകല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളെ കണ്ടിരുന്നതും അവരോട് സംസാരിച്ചിരുന്നതൊക്കെ സഅദ് ഇബ്നു ഹൈതമ എന്നിവരുടെ വീട്ടിലായിരിക്കും. അങ്ങനെയാണ് ഈ ഒരു കോൺട്രാഡിക്ഷൻ വരുന്നില്ല. ഒരു രാത്രി താമസിച്ചതാണ് ഒന്ന് പറയുന്നത്, മറ്റേത് പകല് ജനങ്ങളെ കാണാനും മറ്റൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നത് സഅദ് ഇബ്നു ഹൈതമ എന്ന സഹാബിയുടെ വീട്ടിലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുബായിലായിരിക്കുന്ന സന്ദർഭത്തിലാണ് അലി റളിയല്ലാഹു തആല അൻഹു. നമുക്കറിയാവുന്നത് പോലെ അലി റളിയല്ലാഹു തആല അൻഹു ആദ്യം പോകുന്നില്ല.
ആ വിരിപ്പിൽ കിടക്കുകയാണ് ചെയ്യുന്നത്. ഈ യാത്രയിലൊന്നും അലി റളിയല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടല്ല, പിന്നീടാണ് അലി റളിയല്ലാഹു തആല വരുന്നത്. ചരിത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നത് പ്രകാരം അലി റളിയല്ലാഹു തആല ഒറ്റക്കാണ് വരുന്നത്. അതോടൊപ്പം അലി റളിയല്ലാഹു തആലയുടെ കൂടെ വാഹനങ്ങളൊന്നുമില്ല, ആ അലി റളിയല്ലാഹു തആല വളരെ ചെറുപ്രായത്തിലാണ്. അപ്പോൾ അങ്ങേയറ്റം കഷ്ടപ്പെട്ട് ആ ഒരു കഷ്ടപ്പാട് നമുക്ക് ഊഹിച്ച് മനസ്സിലാക്കാവുന്ന 500 കിലോമീറ്ററോളം നടന്നു വരികയാണ്. അത്രയും വലിയ ത്യാഗമാണ്. കാരണം മാത്രമല്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അലി റളിയല്ലാഹു തആല അൻഹുവിനെ എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ കൂട്ടില്ല? അതിന് കാരണം അലി റളിയല്ലാഹു തആല അൻഹുവിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിച്ചേൽപ്പിച്ച അമാനത്തുകളൊക്കെ അവരുടെ അർഹരായവർക്ക് തിരിച്ചു കൊടുക്കാനായിട്ട് ഏൽപ്പിച്ചത്. നമുക്കറിയാവുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെന്തൊക്കെ വെറുപ്പ് പറയെങ്കിലും അവര് റസൂലുള്ളാഹിനെ ഏൽപ്പിച്ചിരുന്നത്. ഇന്ന് നമ്മൾ ബാങ്കിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് പോലെ അന്ന് ബാങ്കൊന്നും ഇല്ലല്ലോ. അപ്പൊ വിശ്വസിച്ച ഒരാളെ ഏൽപ്പിക്കണം, പിന്നെ അതിന് ആവശ്യമുള്ളപ്പോ തിരിച്ച് കിട്ടുകയും വേണം. അങ്ങനെ ഒരു വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റിയ വ്യക്തിയായിരുന്നു പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശത്രുക്കൾക്ക് പോലും അതെ, അത് നമ്മളൊരു അത്ഭുതപ്പെടുത്തുന്ന ചരിത്രമാണ്. അവിടുന്ന് പോരുന്നതിന് മുമ്പ് തിരിച്ചേൽപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ യാത്രയൊക്കെ പ്രശ്നമാകും. അപ്പൊ അലി റളിയല്ലാഹു തആല അൻഹുവിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചത് ഇതൊക്കെ അതിന്റെ അർഹരായവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് അലി റളിയല്ലാഹു തആല മക്കയിൽ നിന്നും യാത്രയാവുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുബായിലായിരിക്കുന്ന സന്ദർഭത്തിലാണ് അലി റളിയല്ലാഹു തആല അൻഹു വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറയുന്ന സുഹൈബ് റൂമിയുടെ കഥ, അതെ, അത് അങ്ങനെ ഒരു ചരിത്രത്തിലും വായിക്കാൻ സാധിച്ചിട്ടുണ്ട്. അലി റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ നടന്നൊക്കെ കാലൊക്കെ പൊട്ടി. കാരണം അത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതെ, അത്രയും ദൂരം നടന്നു വന്ന വല്ലാത്തൊരു ക്ലേശകരമായിട്ടുള്ളൊരു യാത്ര തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ സുഹൈബുർ റൂമി റളിയല്ലാഹു തആല അൻഹു, അത് നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ ചർച്ച ചെയ്തതാണ്. അവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുബായിലായിരിക്കുന്ന സന്ദർഭത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് എത്തുന്നത്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഏതാനും ദിവസങ്ങൾ താമസിക്കുന്നുണ്ട്. ദിവസങ്ങളുടെ എണ്ണത്തിന്റെ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയാണ്. അതുകൊണ്ട് നമ്മളത് ഒരു ഇത്ര ദിവസം എന്ന് അതെ, അത് നമ്മൾ അത്ര ക്ലിപ്തപ്പെടുത്തി പറയാൻ താല്പര്യപ്പെടുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിൽക്കുന്ന സന്ദർഭത്തിൽ അവിടെ ഒരു പള്ളി പണിയുന്നത്, മസ്ജിദ് ഖുബ. അത് ആ മസ്ജിദിനെ കുറിച്ചാണ് ഖുർആനിൽ ലാ തഖും ഫീഹി അബദ ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഖറു വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ എന്ന് പറയുന്നത്. അത് മസ്ജിദ് ഖുബായിനെ കുറിച്ചാണ് എന്ന് അത് വേറെയാണ്. അത് ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വലി യൗമിൻ എന്ന് പറയുന്നത് മസ്ജിദ് ഖുബാനെ കുറിച്ചാണ് എന്നാണ് മഹാഭൂരിപക്ഷം പണ്ഡിതന്മാർ പറയുന്നത്. അതുപോലെ തന്നെ അതിൽ ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഖറു വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ എന്ന് പറയുന്നുണ്ട്. ഇതിൽ മുഫസ്സിരീങ്ങൾ പറയുന്നത് അവിടെയുള്ള ജനത മരുഭൂമിയാണല്ലോ, മരുഭൂമിയിൽ അവർ ശുചീകരിക്കാൻ എപ്പോഴും വെള്ളം തന്നെ കിട്ടിക്കൊള്ളണമെന്നില്ല. വെള്ളമില്ലാത്ത മറ്റു മാർഗങ്ങളൊക്കെ അതിന് അവർ അവലംബിച്ചിരുന്നത്. പക്ഷെ ഇവർക്ക് മറ്റു മാർഗങ്ങളൊക്കെ അവലംബിക്കുന്നതോടൊപ്പം തന്നെ ശുചീകരിക്കാൻ വേണ്ടിയിട്ട് വെള്ളം നിർബന്ധമായിരുന്നു. അപ്പോൾ വെള്ളം മുഖേന അവർ ശുചിത്വത്തിന്റെ വിഷയത്തിൽ അത്രയും കൺസേൺഡ് ആയിരുന്നു ഇവര് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് ആ ഒരു വിഷയത്തെ പുകഴ്ത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല ഫീ റിജാലിൻ യുഹിബ്ബൂന അൻ യതതഖറു വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ എന്ന് പറയുന്നത്. ഇതാണ് മദീനയിൽ എത്തിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി നിർമ്മിച്ച പള്ളി. ഈ പള്ളിക്ക് ഒരുപാട് സവിശേഷത ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്, അസ്സലാത്തു ഫീ മസ്ജിദ് ഖുബാഇൻ കഉംറ, മസ്ജിദ് ഖുബായിൽ വെച്ച് നിസ്കരിക്കുന്നത് ഉംറ ചെയ്തതിന് പ്രതിഫലമാണ്, അതിന് സമാനമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ പറഞ്ഞു വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തുന്നതിന് മുമ്പ് മദീനയുടെ മുമ്പുള്ള ഒരു ഗ്രാമമായിട്ടുള്ള ഖുബായിൽ കുറച്ച് ദിവസം താമസിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ താമസിച്ച് കാര്യങ്ങൾ മദീനയുടെ പൊളിറ്റിക്സ് ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി അടുത്തറിഞ്ഞ് വീക്ഷിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അതിനുശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് യാത്രയാവാൻ ആരംഭിക്കുന്നത്. ഇത് ഈ ഖുബാ എന്ന് പറയുന്നത് മസ്ജിദ് നബവിയിൽ നിന്ന് ഏകദേശം മാപ്പിൽ നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും, കുറഞ്ഞ ദൂരമുള്ളൂ. മസ്ജിദ് നബവിയിൽ നിന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡിൽ ഖുബായിൽ നിന്ന് പുറപ്പെടുന്ന നമുക്ക് ചർച്ച ചെയ്യാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഏതായാലും റസൂലുള്ളാഹിന്റെ ഹിജ്റയുടെ ഏകദേശം ഒരു അവസാന ഭാഗത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തെ വല്ലാതെ കോരിത്തിരിപ്പിക്കുന്ന രംഗങ്ങൾ
അലി റളിയല്ലാഹുവിന്റെ ആ യാത്രയൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ത്യാഗം എന്നൊക്കെ പറയുന്നത് എത്രത്തോളം നമ്മളൊക്കെ ഇപ്പൊ നമ്മൾ ത്യാഗം അനുഭവിക്കുന്ന ആളുകളാണെന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ടെങ്കിലും ജീവിതത്തിൽ നമ്മൾ എന്ത് ത്യാഗമാണ് അനുഭവിച്ചിട്ടുള്ളത്? ഹിജ്റയൊക്കെ വെച്ച് തട്ടിച്ചു നോക്കുമ്പോൾ ഹിജ്റയുടെ ഒരു ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ നമ്മളൊന്നും ഒന്നും അനുഭവിച്ചിട്ടില്ല. നമ്മളൊന്നും ജീവിതത്തിൽ ഒന്നും ത്യജിച്ചിട്ടില്ല. നമ്മളൊന്നും നമ്മുടെ ജീവിതത്തിൽ സഹനവും പീഡനവും സഹനവും അതുപോലെ തന്നെ പിന്നെ ക്ഷമയും ഒക്കെ അവലംബിക്കുന്ന ആളുകളാണെന്ന് പറയുമ്പോഴും അത് യഥാർത്ഥത്തിൽ അതിന്റെ ഒരു സ്വാദും അതിന്റെ ഒരു മാധുര്യവും ശരിക്കും നമ്മുടെ ഒന്നും ഉള്ളിലേക്ക് കിട്ടിയിട്ടില്ല എന്ന് വേണം പറയാൻ. നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന സ്വർഗത്തിൽ പോകാനാണ്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഇവരൊക്കെ പോകുന്ന സ്വർഗത്തിലേക്ക് ആകാനാണ് ആഗ്രഹിക്കുന്നത്. അവിടെയൊക്കെ നമ്മുടെ ഒരു പ്രതീക്ഷ എന്താന്ന് വെച്ചാൽ അന്തമാമൻ അഹ്ബബ്ത എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആരെയാണ് ഇഷ്ടപ്പെടുന്നത് അവരുടെ കൂടെ നിങ്ങൾ ഉണ്ടാകും. നാളെ സ്വർഗത്തിലാണെങ്കിലും നരകത്തിലാണെങ്കിലും നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് കുറെ നരകത്തിലേക്ക് പോകുന്ന ആളുകളാണെങ്കിൽ അവരുടെ കൂടെ ആയിരിക്കും നിങ്ങൾ നാളെ ഉണ്ടാവുക. അപ്പോൾ സ്വർഗത്തിലേക്ക് പോകാൻ യഥാർത്ഥത്തിൽ ക്വാളിഫിക്കേഷൻ നേടിയിട്ടുള്ള ഈ ആളുകളുടെ കൂടെ ഇവരുടെ കൂടെയൊക്കെ നമുക്ക് ചേരാൻ നമ്മുടെ കയ്യിലൊന്നുമില്ല, നമ്മുടെ കയ്യിൽ അമലുകളൊന്നുമില്ല. പക്ഷെ നമ്മളെ ആഗ്രഹമുണ്ട്. അള്ളാഹു നമ്മളെ അവരുടെ കൂടെ ചേർക്കുമാറാകട്ടെ. ആമീൻ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. അള്ളാഹു തുടർന്നും കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കാനുമുള്ള തൗഫീഖ് നൽകട്ടെ. آمين. السلام عليكم ورحمة الله تعالى وبركاته. معنا صعب أن تهجر ما سكنا في القلب فذاك جحيم عنا، لكن سيهون إذا سكبت في قلبك الله معنا. وهنا يكون التغيير حلم يبدأه مسير في ظل الهم الأكبر ما يعظم سيكون صغير. وهنا يكون التغيير